ഹലോ ഫേസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു ഇൻട്രോ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ആദ്യം ഒന്ന് ഈ ടേക്ക് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വോയിസ് ഓവർ. ഞാൻ ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കറക്ഷൻസ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വിട്ടേക്കണം. ഇതാ പോകുന്ന വഴിക്കൊക്കെ അറിയുണ്ട് എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. എന്തായാലും എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആട്ടോ ഇത്. നിങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഞാനിതിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വയനാട് ചുരം, താമരശ്ശേരി ചുരം, കോഴിക്കോട് ചുരം എന്നൊക്കെ പറയുന്ന നമ്മുടെ സ്വന്തം അഹങ്കാരമായിട്ടുള്ള ചുരമായ നമ്മുടെ സ്വന്തം ചുരത്തിൽ കൂടെയാണ്. എനിക്കിതിൽ ഏത് പേര് വിളിക്കണമെന്ന് അറിഞ്ഞൂടെ. ഇപ്പം ഞാൻ വയനാട്ട് ഏരിയയും കൊണ്ട് ഞാൻ വയനാട് ചുരം എന്ന് തന്നെ പറയാൻ പോവാണ്. എന്ത് ചുരമാണെങ്കിൽ ആ പേരിൻ്റെ പേരാണെങ്കിലും ഞാൻ അതിനെ വയനാട് ചുരം എന്നേ വിളിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ആ ചുരത്തിൽ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരാവശ്യമായിട്ട് കോഴിക്കോട് വരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോയിട്ട് തിരിച്ചു വരുമ്പോഴുള്ള വ്യൂ ആട്ടോ ഇത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ സ്വന്തം അഹങ്കാരമായിട്ടുള്ള ചുരം ഇത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കുമെന്ന്. കാരണം ഞാൻ ഈ ഒരു ടൈമിലൊന്നും ഈ ഒരു നമ്മുടെ ഡിസംബർ സമയത്തൊക്കെ ബാക്കി സ്ഥലത്തൊക്കെ കോടയും മഞ്ഞൊക്കെയാണല്ലോ. ആ ടൈമിലൊന്നും ഞാൻ ഈ വഴി പോയിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ട്രാവൽ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ നമ്മുടെ സ്വന്തം ചുരത്തിൽ കൂടെ ഇങ്ങനെ കുഞ്ഞ് അരുവികളും എന്താ വെള്ളമുറവകളൊക്കെ പോലെ സംഭവം ഒന്നും ഞാൻ ഈ വഴി ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ വഴി ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ്. ഞാനിപ്പോൾ തിരിച്ച് ചുരം കയറുവാണ്. നമ്മുടെ വയനാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ്. പോകുന്ന വഴി ഒട്ടേറെ നമ്മുടെ കുഞ്ഞു അരുവികളൊക്കെ കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ക്യാമിൽ കാണുന്നതൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണ് അറിയോ. അവിടെ നേരിട്ട് കാണാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഈ കോടയൊന്നും അറിയാൻ പോലുമില്ല. ഈ അവിടുത്തെ പിള്ളേരെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ പോകുന്നവർക്ക് അവിടെ ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം. വയനാടിൻ്റെ ബോർഡറിലുള്ള വിൽട്ടണിലൊക്കെ ആ സ്ഥലത്തൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഞാൻ തിരിച്ച് വയനാട്ടിലേക്ക് എത്തിയത് 2:30 ഒക്കെ 2:30 ആയപ്പോഴാണ്. അപ്പോഴൊക്കെ ഇങ്ങനെ കോട കെട്ടി നിൽക്കുവാണ്. നിങ്ങളെന്നെ കളിയാക്കരുത്. ഞാനിവിടെ അതൊക്കെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. ആ സൈഡിലേക്കൊക്കെ ഈ സമയത്തൊക്കെ കോട ഉണ്ടാകുമെന്ന്. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ഞാൻ എങ്ങോട്ടാ ചുരം കയറുക കണ്ട ആ മേലെ കണ്ട കോട എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കാണാനാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ ചുരം കയറുകയാണ് ഗൈസ്. അപ്പോൾ ചുരം കയറുന്നതിൻ്റെ ഫസ്റ്റ് എപ്പോഴെങ്ങാണ്ട് എടുത്തൊരു വീഡിയോ ആണ് ഇത്. കുറേ പറയാനുണ്ടാവും ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ വെറുപ്പിക്കാം. ഇത് ക്ലിപ്പാട്ടോ, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. നേരത്തെ ഞാൻ കുറേ എടുത്തു, ഇപ്പോൾ കുറച്ചെടുത്തു. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ വെളിച്ചം കാണുവാണെങ്കിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. മേലെ കോടയുണ്ട്. മേലേക്ക് നോക്കിയാൽ കാണാം. കണ്ടോ കോട. നിങ്ങൾ ഇത് ഫസ്റ്റ് ടൈമല്ല കാണുന്നത്. ചിലപ്പോൾ ഇത് മഞ്ഞിലൊക്കെ പോയി വന്നവരൊക്കെ ആയിരിക്കും. ബട്ട് എനിക്കിത് കാണുന്ന ഭയങ്കര സാറ്റിസ്ഫൈ ആണ്. പിന്നെ എനിക്കെടുത്ത് നോക്കാമല്ലോ കുറച്ച് കാലം കഴിയുമ്പോൾ ഉണ്ടാവും മല. ഇതൊക്കെ വീടിൻ്റെ അവിടെ ഉണ്ടാവുമായിരുന്നേ നല്ല രസമായിരുന്നു അല്ലേ. എന്തായാലും നല്ല വ്യൂ. ഞാനിതൊക്കെ ചിലപ്പോൾ വ്ളോഗ് എടുത്തിട്ട് ഇപ്പോഴായിരിക്കും ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത്. പിന്നെ ഞാനിങ്ങനെ കുറേ നീട്ടി വലിച്ച് വ്ളോഗ് ഇടുന്നത് ഫസ്റ്റ് ടൈമാണ്, വോയിസ് ഓവർ. അപ്പം അതിൻ്റേതായ കുറേ കാരണങ്ങളുണ്ടാകാം. അതൊക്കെ പോട്ടെ, നമ്മളെന്തായാലും ഇപ്പോൾ പോകുന്ന വഴിയല്ലേ. ഞാൻ എന്തായാലും കോഴിക്കോട് ഒരാവശ്യത്തിന് പോയതായിരുന്നു. സംഭവം കണ്ടു, ഓക്കെയാണ്. നമ്മളത് കഴിഞ്ഞിട്ട് അതൊക്കെ പോട്ടെ, അത് ഞാൻ പിന്നെ ഒരു വ്ളോഗായിട്ട് ചെയ്യാം. എന്തിന് പോയി എന്നുള്ളതൊക്കെ പിന്നെ ഒരു വ്ളോഗായിട്ട് ചെയ്യാം. ഇപ്പം എന്തായാലും അത് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 6-7 ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. പോകുന്ന വഴിയും എനിക്ക് ഫിസിക്കലി ഞാൻ കുറേ ടയേർഡായിരുന്നു. എനിക്ക് നേരെ നിൽക്കാൻ പോലും പറ്റില്ല. എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ എത്തി ഇതൊക്കെ കാണുന്ന ടൈമിൽ ഞാൻ കുറേ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വ്ളോഗ് എടുത്തതാണ്. പോയ വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല അരുവീൻ്റെയൊക്കെ. അത് രാവിലെ കാണാനായിരുന്നു കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ഒന്നും വണ്ടി പോലും കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് കോടയായിരുന്നു. പക്ഷേ വ്ളോഗിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കാണിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഞാൻ ഇരുന്ന സീറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ഈ കുഞ്ഞു അരുവികൾ പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നത്.
അതും കൊണ്ട് എനിക്ക് തീരെ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിത് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഈ പച്ചപ്പും പരിതാപകരം തന്നെ ഈ റോഡും കണ്ടുകൊണ്ടിരുന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കായിട്ട് അവിടെ ഇവിടെയായിട്ട് ഈ അരുവികളുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ബട്ട് നടക്കുന്നില്ല. പിന്നെ ഞാൻ ഈ വ്ലോഗ് കട്ടാക്കിയിട്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞ് കിടക്കുന്ന സമയത്ത് നല്ല നല്ല കുറേ അരുവികളൊക്കെ കടന്നു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരെണ്ണം കാണിച്ചു തന്നു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. നിങ്ങൾ നോക്കുക, നമുക്ക് കാണും, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെ വണ്ടി സ്പീഡായിട്ട് പോകുന്നത് കൊണ്ട് ഒന്നും കാണുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ അതോ അവിടെയുണ്ട്, അതിൻ്റെ താഴെയുണ്ട്. പക്ഷേ വ്ളോഗിൽ കാണിക്കാൻ പറ്റിയില്ല. അവിടെയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി എവിടെയെങ്കിലുമൊക്കെ കാണാമായിരിക്കും. ഇപ്പോൾ വണ്ടി സ്ലോ ആക്കി. പക്ഷെ ഇപ്പം അരുവിയൊന്നുമില്ല ഗൈസ്. ഏതോ ചേട്ടന്മാർ ബുള്ളറ്റിൽ പോകുന്നു. അങ്ങനെ ഇതിങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്കൊക്കെ സുഖമാണോ? ഇപ്പോൾ എല്ലാവർക്കും ഓണമായിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ആയിരിക്കും അല്ലേ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്കിരുന്ന് പഠിക്കാൻ. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു 3 എണ്ണം ഒരേ സ്ഥലത്തേക്ക് വരുന്ന ഒരു അരുവി ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നോ പാർക്കിംഗ് ബോർഡൊക്കെ കാണാം. ഇവിടെ എവിടേക്കോ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ പേര് പിന്നെ നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് ഇറങ്ങാൻ ടൈം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയേനെ. ഇനി പോകുമ്പോൾ ഇറങ്ങാൻ പറ്റുകയാണ് ഈ ഒരു ടൈമിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ നല്ല രസമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്റ്റുഡിയോയിൽ പോയി. ഇന്നല്ല, പിറ്റേ ദിവസം ഞാൻ സ്റ്റുഡിയോയിൽ പോയി. അതിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഷോർട്സ് ആയിട്ട് കുറേ എടുത്തു വെച്ചിട്ടുണ്ട്. കുറേ ടോപ്പിൻ്റെയൊക്കെ റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൽ പോകുന്ന വഴിക്കൊക്കെ ഞാൻ എവിടേക്കോ അറിവ് കണ്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ മടുത്ത്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇത്രയും നേരം വോയിസ് ഓവർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അരുവിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ച് അടുത്തുണ്ട്. ഇവിടെ അടുത്തടുത്തുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പരമാവധി ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് നടക്കുന്നില്ല ഗൈസ്. അതായി പറഞ്ഞ കണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. വെള്ള കളറിൽ, പക്ഷെ അത് പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. പൂർണ്ണം കൂടി കണ്ട് നല്ല രസമാണ് ഗൈസ്. ഞാൻ ഈ റോഡ് കാണിച്ച് ഞാനിവിടെ കിടന്ന് ഒരു വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വയ്യാണ്ട് ഡെഡിക്കേഷനെ SP അടിക്കുകയല്ല ഗൈസ്, അത് വിടും. നമ്മളപ്പോൾ പോകുന്ന വഴിക്ക് നല്ല രസമുണ്ടായിരുന്നു. ഞാനിപ്പോൾ എന്താ ആലോചിച്ചെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ വ്ളോഗിൻ്റെ ആരെങ്കിലും ഈ ഫ്രണ്ട്സൊക്കെ കണ്ടിരുന്ന ട്രോളുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചിരിച്ചത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കിടന്ന് ഒരു വ്ളോഗ് പക്ഷേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ റോഡ് കൂടുതലായിട്ടും കാണുന്നതും നമ്മൾ മേലേക്കുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് കാണാത്തതും. ഇപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താണ്, നിങ്ങൾ കാണുക, ബാക്കി നിങ്ങൾ കണ്ടു. You know just what you do to me. Play my emotions like a pair of puppet strings. Did it ever occur to you my heart's more than a toy? Please go easy on me, babe. Send message after message, forward my calls. Next day you hit me back like nothing happened at all. What about all the things you used to say to me? This ain't the way it's supposed to be. And you know I wouldn't do that to you. You know I wouldn't treat you that way, no. I've been running, can't catch up. Oh love, what I won't do. Oh, you got me chasing waterfalls.